ഏദൻ ഉൾക്കടലിൽ ഇന്ത്യൻ നാവികസേനയുടെ ഗൈഡഡ് മിസൈൽ നശീകരണ കപ്പലായ ഐഎൻഎസ് വിശാഖപട്ടണം ബുധനാഴ്ച രാത്രി മാർഷൽ ദ്വീപിന്റെ പതാകയുള്ള കപ്പലായ MV ജെൻകോ പിക്കാർഡിയിൽ നിന്നുള്ള ദുരന്ത കോളിനോട് അതിവേഗം പ്രതികരിച്ചു. രാത്രി 11:11 അജ്ഞാതരായ അക്രമികളുടെ ഡ്രോൺ ആക്രമണത്തിന് വ്യാപാരി കപ്പൽ ഇരയായി. മേഖലയിൽ കടൽക്കൊള്ള വിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യൻ നാവികസേന വിന്യസിച്ച ഐഎൻഎസ് വിശാഖപട്ടണം ഇന്ന് പുലർച്ചെ 12:30 മണിക്ക് ദുരിതത്തിലായ കപ്പൽ തടഞ്ഞുനിർത്തി സഹായം നൽകി. 9 ഇന്ത്യൻ നാവികർ ഉൾപ്പെടെ 22 പേരടങ്ങുന്ന MV ജെൻകോ പിക്കാർഡി ഡ്രോൺ ആക്രമണമുണ്ടായിട്ടും ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഐഎൻഎസ് വിശാഖപട്ടണത്തിൽ നിന്നുള്ള ഇന്ത്യൻ നാവികസേനയുടെ എക്സ്പ്ലോസീവ് ഓർഡനൻസ് ഡിസ്പോസൽ വിദഗ്ധർ 2024 ജനുവരി 18 പുലർച്ചെ തകർന്ന ഭാഗങ്ങൾ പരിശോധിക്കാൻ കപ്പലിൽ കയറി. സമഗ്രമായ പരിശോധനയ്ക്ക് ശേഷം എയർ സ്പെഷ്യലിസ്റ്റുകൾ കപ്പലിന് മുന്നോട്ടുള്ള യാത്രയ്ക്ക് അനുമതി നൽകി. നാവികസേന ഒരു പ്രസ്താവന പുറത്തിറക്കി. ഗൾഫ് ഓഫ് ഏദനിൽ പൈറസി വിരുദ്ധ പട്രോളിംഗ് നടത്തുന്ന ഐഎൻഎസ് വിശാഖപട്ടണം ദുരന്ത കോൾ ലഭിക്കുകയും സഹായം നൽകുന്നതിനായി ജനുവരി 18 കപ്പലുകൾ തടഞ്ഞു. 22 ക്രൂ അംഗങ്ങൾ ഉള്ള MV ജെൻകോ പിക്കാർഡി ആളപായവും തീ നിയന്ത്രണവിധേയവുമാണെന്ന് റിപ്പോർട്ട് ചെയ്തു. വടക്കൻ അറബിക്കടലിൽ നാവികസേനയുടെ മറൈൻ കമാൻഡോകൾ അടുത്തിടെ നടത്തിയ രക്ഷാപ്രവർത്തനത്തെ തുടർന്നാണ് ഈ സംഭവം. ലൈബീരിയൻ പതാകയുള്ള MV ലീല നോർഫോക്കിലെ 21 ക്രൂ അംഗങ്ങളെ ഹൈജാക്കിംഗ് സാഹചര്യത്തിൽ നിന്ന് സുരക്ഷിതമായി ഒഴിപ്പിച്ചത്. കടൽ സുരക്ഷ ഉറപ്പാക്കാൻ മേഖലയിൽ വിവിധ കപ്പലുകൾ വിന്യസിച്ച് വ്യാപാരക്കപ്പലുകളിൽ ചെങ്കടലിൽ ഡ്രോൺ ആക്രമണം വർദ്ധിച്ച സാഹചര്യത്തിൽ ഇന്ത്യൻ നാവികസേന ജാഗ്രത പുലർത്തുന്നു.